പ്രൈസ് ദി ലോർഡ്. വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന തിരുവചനം ജെറമ്യാ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 31-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. വിദൂരത്തുനിന്ന് കർത്താവ് അവനോട് അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇന്ന് കർത്താവ് നമ്മളോട് അതാണ് പറയുക. എനിക്ക് നിന്നോട് ഉള്ള സ്നേഹം അനന്തമാണ്, അവസാനിക്കാത്തൊരു സ്നേഹം ദൈവത്തിന് നമ്മളോട് ഓരോരുത്തരോടും അവിടുത്തെ ഹൃദയത്തിലുണ്ട് കേട്ടോ. അതാരൊക്കെ എങ്ങനെയൊക്കെ മാറ്റാൻ നോക്കിയാലും മാറിപ്പോവുകയല്ല. നമുക്ക് മനുഷ്യരോടൊക്കെ നമുക്ക് പറയാം. ഇപ്പം അമ്മ കൊച്ചിനെ കൂടുതൽ സ്നേഹിക്കുന്ന കണ്ടു, കൊച്ചിൻ്റെ ചേട്ടനും അനിയനും ഒക്കെ അമ്മയോട് കൊച്ചിനെ പറ്റി നുണ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നു, മൂത്ത മരുമകളെ സ്നേഹിക്കുന്നു, ഇളയ മരുമകൾ എന്തെങ്കിലുമൊക്കെ ആ മരുമകളെക്കുറിച്ച് അമ്മായിയമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ അമ്മായിയമ്മയ്ക്ക് ഒരു പക്ഷേ മൂത്ത മരുമകളോട് സ്നേഹക്കുറവൊക്കെ തോന്നാം. നമ്മളെപ്പറ്റി ദൈവത്തോട് ആരെന്തൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണ്? ദൈവത്തിന് നമ്മളെ നന്നായി അറിയാം. 139-ാം സങ്കീർത്തനം 2-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? കർത്താവേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നേ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ 139-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും പോയി നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ദൈവം നമ്മളെ കൈവിടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മനുഷ്യരങ്ങനെയൊക്കെയാണ്. മനുഷ്യരിങ്ങനെ ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു, ഭർത്താവിന് സംശയമായി, സ്നേഹം കുറഞ്ഞു, മിണ്ടുന്നില്ല. അത് സംസാരിക്കാനൊക്കെ വരും. ഭാര്യമാർ പറയും, ഇന്ന ദിവസം നാത്തൂൻ വന്നായിരുന്നു, അല്ലെ ഇന്ന ഒരാൾ പറഞ്ഞായിരുന്നു, അതിനുശേഷം ആൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, അല്ലെ ഭർത്താവും ഇങ്ങനെയൊക്കെ തന്നെ കുറേ കംപ്ലൈൻറ്റ് പറയും. മനുഷ്യർ പറഞ്ഞാൽ മാറിപ്പോകുന്ന സ്നേഹമാണ് മനുഷ്യരുടെ സ്നേഹം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ 54-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുക. 9-10 വാക്യങ്ങൾ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എനിക്ക് നിന്നോടുള്ള സമാധാന ഉടമ്പടിക്ക് ഒരു മാറ്റമില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം നിന്നെ പിരിയുകയില്ല. അത്രമാത്രം ഡീപ്പായിട്ടാണ് ദൈവം നമ്മളുള്ള സ്നേഹത്തെ കാണുന്നത്. മലകൾ അകന്നു പോയാലും ശാശ്വതമായി നിൽക്കുന്നതാണ് മലകൾ. ഇപ്പോൾ ഒരു റോഡരികിൽ ഒരു ബോർഡുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കണ്ടെന്നൊന്നും വരികയില്ല. എന്നാൽ ദൈവം പറയുമ്പോൾ മലകൾ അങ്ങനെ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ഥായിയായി ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് അമ്മയുടെ സ്നേഹം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന ഗ്രന്ഥം 49-ൽ 15-16 വാക്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുതലേ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിൻ്റെ രൂപം ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. കാരണം അത്ര സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട്. മാറിപ്പോകാത്ത, മാറ്റപ്പെടാത്ത, മാറ്റിക്കാൻ കഴിയാത്തൊരു സ്നേഹം ദൈവത്തിന് നമ്മളോടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ വരാൻ പറ്റാത്തത്? ചില ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല, കുർബാന ശരിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഈശോയായിട്ടൊരു ബന്ധത്തിലാകാൻ പറ്റാത്തതിൻ്റെ കാരണമാണിതെല്ലാം. സ്നേഹത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധത്തിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ അവർക്ക് മടുപ്പ് തോന്നുകയില്ല. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മൾ മനുഷ്യരോട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ചില ആളുകൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. ഇന്നലെയും കൂടെ വന്നു. ഞാൻ മെയിൻ സ്റ്റേജ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം, സിസ്റ്ററെ ഒന്ന് തൊട്ടോട്ടെ, ഒന്ന് അടുത്തിരിക്കട്ടെ,
ഒന്ന് വർത്താനം പറ സിസ്റ്ററെ ഡയറക്റ്റ്. കാരണം ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ യൂട്യൂബിലൊക്കെ സിസ്റ്ററിൻ്റെ പ്രസംഗം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് അടുത്ത് കാണാൻ പറ്റിയല്ലോ. ആഫ്രിക്കയിൽ നിന്ന് ഒരു സഹോദരി വന്നു പ്രത്യേകം പറഞ്ഞൊരു ഡോക്ടർ പറയായിരുന്നു, എനിക്ക് മനുഷ്യരോട് സംസാരിക്കാനൊന്നും പറ്റുകയല്ല, ഇവിടെ ഒന്നും മലയാളികളില്ലല്ലോ ഞാൻ താമസിക്കുന്നിടത്ത്. അപ്പം ഞാനിങ്ങനെ ശാലോമും ഗുഡ്നസ് ടി വിയും മറ്റ് ക്രിസ്ത്യൻ ചാനലുകളൊക്കെ കണ്ട് നിങ്ങളുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പം വീട്ടുകാരോട് വർത്തമാനം പറയുന്നത് പോലെയാണ്. ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം. നമ്മളെങ്ങനെയാണ് ഒരു ബന്ധം സ്ഥാപിക്കുന്നത്? ഒന്ന് കണ്ടു, ഒന്ന് ചിരിച്ചു, പല പ്രാവശ്യം കണ്ടു ചിരിച്ചു, പിന്നെ ഒരു വിശേഷം ചോദിക്കും, അല്ലേ? സുഖമാണോ? എവിടെയാ വീട്? കാണുന്നതല്ലോ, പല പ്രാവശ്യം കണ്ടല്ലോ, ഇവിടെ പുതിയ ആളാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരാളുമായിട്ട് കൂട്ടാകുന്നത്. അങ്ങനെ നമ്മൾ നിരന്തരം കാണുകയും നിരന്തരം ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുമ്പം നമുക്ക് അവരുമായിട്ടൊരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ? ഇതുപോലെ തന്നെയാണ് ദൈവമായിട്ട് നമ്മളൊരു കണക്ഷനിലേക്ക് വരിക. റോമ 10:17 പറയും, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ ഒരു വിശ്വാസം ഉണ്ടാകണം, അല്ലേ? നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണ്, ഒരാൾ ഐ ലവ് യു പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് കണ്ടു ഇഷ്ടപ്പെട്ടൊരു ഐ ലവ് യു പറയുന്നൊന്നും അല്ല കാര്യം. നമ്മൾ അന്വേഷിക്കും, ആൾ ആരാണ്? ഇന്ന വീട്ടിലെയാണ്, അത്രാമത്തെ ആളാണ്, അത്രാമത്തെ പെങ്കൊച്ചാണ്, കൊള്ളാം, ഇന്ന കോളേജിലാണ് പഠിക്കുന്നത്, നന്നായിയൊക്കെ പഠിക്കും, മിടുക്കനാണ്, മിടുക്കിയാണ്. അതൊക്കെ മനസ്സിലായി കഴിയുമ്പം ഐ ലവിനൊരർത്ഥമായി, ഒരു വിശ്വാസമായി, പറയുന്ന കാര്യത്തിനൊരു തീരുമാനവും തീർച്ചയുള്ള ആളാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കും മിക്ക ആളുകളും. ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില പെൺപിള്ളേരും ആൺപിള്ളേരും കണ്ടു ചിരിച്ചു, ആണാണോ പെണ്ണാണോ, ഏതാണ് സ്വഭാവം, ഏതാണ് ജാതി മതം കുടുംബം എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ പഠിക്കാത്തവനാണോ പഠിക്കാത്തവളാണോ, ഇതൊന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ല. കഞ്ചാവുണ്ടോ കള്ളുണ്ടോ അല്ലെങ്കിൽ വേറെ ആണുങ്ങളുമായിട്ട് റിലേഷൻ വേറെ ഉണ്ടോ കണക്ഷൻ ഉണ്ടോ ഒന്നുമില്ല. ചിരിച്ചു വർത്താനം പറഞ്ഞു ഉടനെ ഒരു ഐ ലവ് യു പറഞ്ഞു, പിന്നെ ഒരു റിലേഷനായി, അത് പിന്നെ ജഡത്തിൽ അങ്ങോട്ട് അവസാനിക്കും. പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നത്തിൽ അതങ്ങ് തീർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു റിലേഷനെ കുറിച്ചല്ല ഞാൻ പറയുക. ഒരു ഗാഢമായ സ്നേഹത്തിൽ നിന്നുള്ള ഒരു ബന്ധം. അങ്ങനെ നമ്മൾ മനുഷ്യരോട് നമ്മൾ ഒരു ഗാഢമായ സ്നേഹത്തിൻ്റെ ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ അവരെ ഒരു വിശ്വാസം ഉണ്ടാകുന്ന തലം നമ്മളിലേക്ക് ഉയർന്നു വരണം. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിലൊരു വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വചനത്തിൽ കേൾക്കണം. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിച്ച കാര്യങ്ങളാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ് ഈ ബൈബിളിലുള്ളത്. അപ്പോൾ നമുക്ക് ദൈവത്തിനെ വിശ്വസിക്കണമെങ്കിൽ, ദൈവം പറഞ്ഞതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വചനം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, കുർബാനയെ നന്നായി സംബന്ധിക്കാൻ പറ്റാത്തവർ, പേഴ്സണൽ പ്രെയർ നടത്താൻ പറ്റാത്തവർ, കുടുംബ പ്രാർത്ഥന നന്നായി നടത്താൻ പറ്റാത്തവർ, അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് വചനം വായിക്കുക. നമ്മൾ നിരന്തരം ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിയമാവർത്തന പുസ്തകം 4:7 ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം സമീപസ്ഥമായ മറ്റേതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന്. അങ്ങനെ ഒരു വചനം നമ്മൾ കേട്ടു. അപ്പം ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിസ്സാര കാര്യമാണോ അത്? അത് പറയാ, മറ്റേതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മൾ വിളിക്കുമ്പം വിളി കേൾക്കുന്ന, ഉത്തരം തരുന്ന നമ്മുടെ ദൈവത്തെ പോലെയുള്ള മറ്റൊരു ദൈവം ഒരു ജനതയ്ക്കും ഇല്ലെന്ന്. അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ദൈവത്തെ സ്നേഹിക്കാനായൊരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ വിശ്വസിക്കാൻ ദൈവവചനം വായിക്കുക. നിർബന്ധപൂർവ്വം വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ
ദൈവം നമ്മളോട് സംസാരിക്കുന്നതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ജെറമ്യ 31:3 നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. ദൈവം പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ആ വാക്കിൻ്റെ അർത്ഥവ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനന്ത നീലാകാശം എന്നൊക്കെ പറയുന്നത് പോലെ അറ്റമില്ലാത്ത സ്നേഹം, അവസാനിക്കാത്ത സ്നേഹം ദൈവത്തിന് നമ്മളോടുണ്ടെന്ന്. അതൊന്നും മാറിപ്പോകുന്നതല്ല, മറിഞ്ഞു പോകുന്നതല്ല. അതിൻ്റെ ഉറപ്പാണ്. മലകൾ മാറിയാലും കുന്ന് നിരന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിൻ്റെ പെറ്റമ്മ നിന്നെ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇത് ചുമ്മാ പറഞ്ഞതാണോ ബൈബിളിൽ? അല്ല, അത് ദൈവം നേരിട്ട് നമ്മോട് പറഞ്ഞതാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പം പറയുന്നത് എന്താ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12 നിൻ്റെ പിതൃദേശത്തെ, നിൻ്റെ സ്വന്തക്കാരെ എല്ലാം വിട്ടിട്ട് നീ വരണം. അങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് ദൈവം കൈവിഴിഞ്ഞൊന്നുമില്ല കേട്ടോ. ദൈവം കൂടെ നിന്നു. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അബ്രാഹം ഒരു സമ്പന്നനായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിളി കേട്ടിറങ്ങി വന്ന അബ്രാഹത്തിന് ഒന്നും നഷ്ടമായില്ല. നമുക്കറിയാം, കൂടെ പോകുന്ന ദൈവത്തിൻ്റെ വിളിയോ ദൈവത്തിൻ്റെ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ മക്കളില്ലാത്ത ആ സഹോദരപുത്രൻ്റെ കൂടെ നടന്ന് ഇനി എന്തേലുമൊക്കെ ഇനി മക്കളില്ലാതെ വരുമ്പോൾ ഉണ്ടെങ്കിലൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാമെന്ന് ഞാനങ്ങ് വിചാരിക്കുക കേട്ടോ. ലോത്ത് വന്നു. ദൈവത്തിൻ്റെ സ്നേഹമോ വിളിയോ ഒന്നും അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കാം. ലോകത്തിൻ്റെ സ്നേഹങ്ങളും ലോകത്തിൻ്റെ നേട്ടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ലോത്ത് ആ വഴിയെ പോയി തീർന്നു. എന്നാൽ ആ ദൈവം സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന അബ്രാഹത്തെ ദൈവം കൈവിട്ടില്ല. കാര്യം അബ്രാഹം നെറുകേടൊക്കെ കാണിച്ചു. സാറായി അല്ലാത്ത വേറൊരു പെണ്ണിന്, സാറായുടെ വേലക്കാരിയുടെ കൂടെ, ഹാഗാറിൻ്റെ ഒക്കെ കൂടെ പോയി കൊച്ചൊക്കെ ഉണ്ടായി. അങ്ങനെ ദൈവ പദ്ധതി പൂർത്തിയാക്കാൻ കുറച്ച് കാലതാമസത്തിലേക്കൊക്കെ വരേണ്ടി വന്നെങ്കിലും ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്ഹാക്കിനെയൊക്കെ നൽകി സ്നേഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രയാസം എന്താണ്? നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൻ എന്നെ സ്നേഹിച്ചില്ല, അമ്മ എന്നെ സ്നേഹിച്ചില്ല, അല്ലെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. ഇന്ന് രാവിലെയും കൂടെ ഒരു സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ചേച്ചി, 2 പിള്ളേരുണ്ട്, എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നേയില്ല, എന്നെ ഒന്നും കരുതുന്നില്ല, എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല, എന്നെ ഒന്നും അംഗീകരിക്കുന്നില്ല, എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ഈ പിള്ളേരെയൊക്കെ പെറ്റു വളർത്താൻ വേണ്ടി എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത, എന്നാൽ എന്നോടൊരു ചെറിയ പ്രതിപത്തി കാണിക്കണ്ടേ? ഞാൻ സാക്രിഫൈസ് ചെയ്യുക എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിന് വേണ്ടി, എന്നാൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി ചേച്ചി, ഞാൻ എത്ര വേണേലും കഷ്ടപ്പെടാം എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സ്ത്രീയുടെ സ്വരം ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നു. ആ പെൺകുട്ടി മാനസികമായ വിഭ്രാന്തിക്ക് അടിമയായിപ്പോയി. കാരണം അവൾ 12 വർഷമായിട്ടൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുമായിരുന്നു. കല്യാണമൊന്നും കഴിച്ചില്ലെങ്കിലും അവളുടെ എല്ലാം ജീവനും ജീവിതവും ശരീരവും എല്ലാം അവന് മുമ്പിൽ സമർപ്പിച്ചു. സ്നേഹത്തിൻ്റെ അഗാധ അത്രമാത്രം ഡീപ്പായിട്ട് സ്നേഹിച്ചുകൊണ്ട് അവൻ വഞ്ചിക്കില്ലെന്നൊക്കെ വിചാരിച്ചു. ക്രമേണ അവൾക്ക് 10-12 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുക. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാവരോടും തർക്കിച്ചിട്ടുണ്ട്, ഞാൻ സ്നേഹിക്കുന്നയാൾ മറ്റുള്ളവരൊന്നും സ്നേഹിച്ച ആളെ പോലെയല്ല, അവനൊരു വ്യത്യസ്ത പേഴ്സണാണ്, ഒരു വ്യത്യസ്തമായിട്ടാണ് അവൻ്റെ സ്വഭാവ രീതികൾ എന്നെല്ലാം അവൾ എന്നോട് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞിട്ടോ, കൂട്ടുകാർ പറഞ്ഞിട്ടോ, ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ ഒന്നും കേൾക്കാതെ 10-12 വർഷം അവളുടെ ജീവിതം ഒരു ബലിയാക്കി മാറ്റി അവൻ്റെ മുമ്പിൽ. അവസാനം അവൻ കല്യാണം പോലും കഴിക്കാതെ എല്ലാം മേടിച്ചെടുത്ത് അവളെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവളെ മാനസിക നില തകരാറിലായി. സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ കുട്ടി. ഞാൻ പറഞ്ഞു വരിക, നമ്മളിങ്ങനെ മല പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും മാറ്റപ്പെടാത്ത സ്നേഹമായിരിക്കും, അഗാധമായ സ്നേഹമായിരിക്കും, വ്യത്യസ്തമായ സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞാലും മനുഷ്യ സ്നേഹം മാറി മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ മദ്യപിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അപ്പം സ്നേഹിച്ചില്ല അമ്മ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് വല്ലോനെയൊക്കെ സ്നേഹിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ഭാര്യ സ്നേഹിക്കാത്തതിൻ്റെ പേര് വേറെ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളുകളുടെ പുറകെ പോകുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, നീ ഇങ്ങനെ ലോകം മുഴുവനും നടന്ന് നിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ദാഹം തീർക്കാൻ നടന്നാൽ ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ നിനക്ക് ആ സ്നേഹം തരാൻ പറ്റത്തില്ല. ആ സ്നേഹം നമ്മളിൽ നിറയണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ആവോളം സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിനേ പറ്റുള്ളൂ. കാരണം എന്താണ്? 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കും, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട്, സ്നേഹത്തിൻ്റെ നിറവായതുകൊണ്ട് ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ആ സ്നേഹത്തിൽ നിറയും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമില്ലാത്ത കിണർ പോലെ നമ്മളായിത്തീരും. ലോകത്തിൽ സ്നേഹമില്ലാത്ത മനുഷ്യരുടെ പുറകെ നടന്ന് അവർ സ്നേഹിക്കുമെന്ന് വിചാരിച്ച്, അങ്ങനെ വിചാരിച്ചതുപോലെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ മനസ്സ് തകർന്ന് തരിപ്പണമായി നമ്മൾ തന്നെ ആൾ മാറിപ്പോകും. ഇതുപോലെ തന്നെ ഒരു വശമാണ്, പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്ന ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് മരണത്തിലൂടെയാകാം, മറ്റു രീതിയിലാകാം. അങ്ങനെ തകർന്നു പോകുന്നവർ, എല്ലാ സ്നേഹവും വരുന്നത് ദൈവത്തിൽ നിന്നായതുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. റോമ 5:5 അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. എന്താണ് അവിടെ പറയുക? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നുവെന്ന്. എന്തു മനോഹരമായ ഒരു വചനമാണ്! ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എണ്ണി തരുവല്ല, ചൊരിയുകയാണ്. എങ്ങനെ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ സ്നേഹത്തിൻ്റെ കുറവും പറഞ്ഞ് വീട്ടിൽ തല്ലുണ്ടാക്കുന്ന പിള്ളേരുണ്ട്. മമ്മി സ്നേഹിച്ചില്ല, പപ്പ സ്നേഹിക്കുക, ഡാഡിക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇന്ന് മുതൽ ചോദിക്കണം പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ. അവർ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തുടങ്ങി പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയും പ്രാർത്ഥിക്കണം എന്നൊന്നും ഞാൻ പറയുകയല്ല, നിങ്ങൾ ചുമ്മാ പറഞ്ഞാൽ മതി. കാരണം പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് അറിയുന്നവനാണെന്ന് ഞാൻ 1:7 പറയും. മനുഷ്യൻ പറയുന്നത് അറിയുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒന്ന് സംസാരിക്കാൻ തുടങ്ങണം. അത് ദൈവത്തോട് സംസാരിക്കുന്നത് തന്നെയാണ്. എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്കിതിങ്ങനെ ഒരു ന്യൂനതയുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണം. എൻ്റെ പപ്പ എന്നെ സ്നേഹിക്കാത്തതിൻ്റെ കുറവുണ്ട്, എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറച്ചു തരും. വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യവതിയൊക്കെ കണ്ടില്ലേ? കുഞ്ഞിലേ തന്നെ അമ്മ നഷ്ടപ്പെട്ടു പോയവളാണ്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഒരനാഥനായി മാറിയവനാണ്. ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഡിവൈനിൽ ഒരു പ്രധാന വചനപ്രഘോഷണം നടത്തുന്ന ഒരു അഭിഷിക്ത വൈദികനാണ് ബഹുമാനപ്പെട്ട ആൻ്റണി പയ്യപ്പള്ളി അച്ഛൻ. 10 മാസമുള്ളപ്പോൾ അമ്മ മരിച്ചു പോയത് അച്ഛൻ്റെ. സ്നേഹത്തിൻ്റെ കുറവും പറഞ്ഞുകൊണ്ട് ലോകത്തിലെ സ്നേഹം, മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ പുറകെ പോയാൽ ഇവരൊക്കെ എങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരായി മാറും? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നല്ലവരായി മാറി. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. ഇങ്ങനെ ലോകത്തിൻ്റെ സ്നേഹങ്ങളുടെ പുറകെ പോകുന്ന പരിപാടി നിർത്തിവെച്ചാൽ മതി. ഈശോ ഇതാ നമ്മളെ പഠിപ്പിച്ചതും. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയണം, ദൈവത്തിൻ്റെ മക്കളായി മാറണം. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. അതിനാണ് ദൈവം യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചത്. വിശുദ്ധ ബൈബിള് പറയും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണെന്ന്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുക. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുക, ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു പഴഞ്ചൻ സ്നേഹമൊന്നുമല്ല. ചിലരുടെ ബോറടിക്കുക, ആ ഒരു വ്യക്തി മാത്രം, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ഒരു വ്യക്തിയോട് മാത്രം, വ്യക്തിത്വത്തിൻ്റെ ബന്ധങ്ങളിലുള്ള അതിൽ ബോറടി വരുന്നവർ. അതിന് ദൈവം പറഞ്ഞു വെച്ചത് നോക്കിയേ, ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം പുതിയ സ്നേഹമാണ്. അതെങ്ങനെയാണ് പുതിയ സ്നേഹം എന്ന് പറയുമ്പോൾ?
ഇപ്പം നമുക്ക് എന്ത് വന്നാലും ദൈവം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ പാപത്തിൽ വീണ് പൊക്കോട്ടെ, ദൈവത്തിന് അത് പ്രശ്നമല്ല. നമ്മൾ പാപത്തിലായാലും തിന്മയിലായാലും ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ബന്ധനങ്ങളിലാണെങ്കിലും ഒക്കെ ദൈവം നമ്മളെ കൈവിടാതെ രക്ഷിച്ചു കൊണ്ടുവരിക. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കും, ഈശോ പഠിപ്പിക്കുന്നുണ്ട്. 8, 4, 8 വാക്യങ്ങളിൽ വരുമ്പം ആ നഷ്ടപ്പെട്ടു പോയ ആടിനെക്കുറിച്ച്. ഒരുവന് 100 ആടുകളുണ്ടായിരുന്നു, ഒരാട് നഷ്ടപ്പെട്ടു പോയി. അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആ 99 ആടിനെ മാറ്റി നിർത്തിയിട്ടാണ് വഴിതെറ്റിപ്പോയ ആടിനെ തേടി നടക്കുന്നത്. കണ്ടെത്തിയപ്പോൾ മാറോട് ചേർത്ത് എത്ര ലാളിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ, പാപത്തിലും തിന്മയിലും ലോകത്തിലും ബന്ധനങ്ങളും നഷ്ടപ്പെട്ടു പോയവരെ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ലോകസ്നേഹത്തിൻ്റെ പുറകെ പോയി തകർന്നവരെ എങ്ങനെയാണ് യേശു കണ്ടെത്തി കൊണ്ടുവരുന്നതെന്ന് നിയമാവർത്തനം 32-10 വായിക്കും. ഞാൻ അവനെ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, ഞാൻ എൻ്റെ മാറോട് ചേർത്ത് വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് എൻ്റെ കണ്ണിലുണ്ണിയായി കരുതി. അങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്നത്. എൻ്റെ ഒറ്റപ്പെടലിൽ അവഗണിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ നിന്നെ കണ്ടെത്തി മാറോട് ചേർത്ത് കണ്ണിലുണ്ണിയായി പരിചരിക്കുന്ന ദൈവം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ അസ്തമിക്കാത്ത അവസാനിക്കാത്ത ഓരോ പ്രഭാതത്തിലും പുതിയതായ സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹവും വിശ്വാസവും ഒക്കെ മനുഷ്യരോടൊക്കെ തകർന്ന് ഞാൻ മരണത്തെയൊക്കെ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്കൊക്കെ ഈശോയെ നിൻ്റെ വലിയ സ്നേഹം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.